അസ്സലാമു അലൈക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൻ്റെ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്നു. സയ്യിദത്തു നിസാഇൽ ജന്ന, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ലീഡർ എന്ന ഓമനപ്പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിക്ക് പതിച്ചു നൽകുകയാണ്. ഫാത്തിമ ബീവി ഹബീബിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. ഫാത്തിമ ബീവിയുടെ നടത്തം കണ്ടാൽ മുത്തുനബിയുടെ അതേ നടത്തം. ഫാത്തിമ ബീവിയെ ഹബീബിൻ്റെ അടുത്ത് ഇരുത്തി ബീവിയുടെ കാതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ പറഞ്ഞു. ഫാത്തിമ ബീവി കരഞ്ഞുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഫാത്തിമ ബീവിയുടെ കാതിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വകാര്യം കൂടി പറഞ്ഞു. ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരുന്ന ഫാത്തിമ ബീവി പെട്ടെന്ന് ചിരിച്ചു. ആയിഷ ബീവി പറയുകയാണ്, ഇങ്ങനെ ഒരു സന്ദർഭം ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് കരയുകയും പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബീവി ഫാത്തിമ ബീവിയോട് ചോദിച്ചു, എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെവിയിൽ സ്വകാര്യം പറഞ്ഞത്? മുത്തുനബി പറഞ്ഞതല്ലേ, ഞാൻ പറയില്ലെന്ന് ഫാത്തിമ ബീവി. റസൂലുള്ളാന്റെ വഫാത്തിന് ശേഷം വീണ്ടും ആ സ്വകാര്യത്തെക്കുറിച്ച് ബീവിയോട് ചോദിച്ചപ്പോൾ ബീവി പറഞ്ഞു, ഇനി ഞാൻ പറയാം. എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു, എല്ലാ വർഷവും റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് വന്ന് ഖുർആൻ ഒന്ന് ഓതിത്തരാറുണ്ട്. ഇപ്രാവശ്യം വന്നപ്പോൾ 2 പ്രാവശ്യം ഓതിത്തന്നു. ഈ പ്രത്യേകത കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട് എന്നാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിച്ച് എന്നോടൊപ്പം വന്നു ചേരുക എൻ്റെ പൊന്നുമോളാണ്. രണ്ടാമത് സ്വകാര്യം പറഞ്ഞത്, എന്തിനാണ് മോളെ നീ കരയുന്നത്? കരയണ്ട ഫാത്തിമ, ലോകവനിതകളുടെ നേതാവായ സ്വർഗത്തിൽ വലിയ ആദരവുള്ള പട്ടം നിനക്ക് ലഭിച്ചാൽ നിനക്ക് തൃപ്തിയാകൂലേ? അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. അല്ലാഹു ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ.